പാലക്കാടിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ വോക്സിന്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരാണൊരുത്തൻ രാഷ്ട്രീയക്കാരൻ അതികായനായ പിണറായിയുടെ ശക്തമായ മറുപടിയാണ് രാഷ്ട്രീയ കേരളം ഇന്നലെ കണ്ടിട്ടുള്ളത്. ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ കടന്നു കഴിഞ്ഞു പോയതാണ്. അതുപോലൊരു പ്രതികരണമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ചെറ്റ എന്ന് നിങ്ങൾ വിളിച്ചില്ലേ ജി സുധാകരനെ എന്ന് ചോദിക്കുമ്പോൾ, ചെറ്റ എന്ന് ഞാൻ വിളിച്ചിട്ടില്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ചെറ്റത്തരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അയാളെ ഉദ്ദേശിച്ചല്ല. കെ ബി ഗണേഷ് കുമാറിന്റെ വിഷയത്തെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവും ഒക്കെയായി ഇങ്ങനെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ കൃത്യമായ മറുപടി, വീട്ടിലെ കുടുംബ പ്രശ്നമായിരുന്നോ നാട് നീളെ നടന്ന് വ്യഭിചരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം? ഈ നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്ന അയാളെ വി ഡി സതീശനും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളടക്കം പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന്. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ വിഷയം ക്ലോസ്ഡ് ചാപ്റ്റർ, അതിനെക്കുറിച്ച് പറയാനാവുന്നില്ല, കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പരക്കം പായും ചോദ്യം ചോദിക്കുന്നിടത്ത് നിന്ന്. പാലക്കാടിന്റെ മനസ്സിലേക്ക് വോക്സ് നിരവധി ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചു. എന്താണ് രാഹുൽ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ രാഹുൽ ഇമ്പാക്റ്റ് തന്നെയാകും. ഷാഫി എന്ന് പറയുന്ന ഒരു ക്രൗഡ് പുള്ളറെ, ക്യാമ്പയിനറെ കൊണ്ടുവന്ന് ഏതൊക്കെ രീതിയിൽ ഇവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി പിഷാരടിയെ ജയിപ്പിക്കാമെന്ന് കരുതിയാലും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് കാണിച്ച് ഈ നാടിന്റെ മതേതര മണ്ണിനെ വഞ്ചിച്ചത്, ആ ചതിയെ കൃത്യമായി ജനങ്ങൾ വിലയിരുത്തും ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്നാണ് ആബാലവൃദ്ധം ജനങ്ങളും പറയുന്നത് എന്നുള്ളതാണ്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് അവസാനിക്കുന്നില്ല രാഹുലിന്റെ എതിരെ കോൺഗ്രസ് എടുക്കേണ്ട ഒരാർജവമുള്ള നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലേക്കുള്ള വഴിമധ്യേ പഴകുളം മധുവിന്റെ സ്ഥാനാർത്ഥി പ്രചരണം നടക്കുന്ന വാഹനത്തിലേക്ക് ഓടിക്കയറിയതടക്കം രാഹുൽ വിഷയത്തിൽ ഒരു നടപടിയെടുത്തു എന്ന് പറഞ്ഞൊളിച്ചോടുന്ന കോൺഗ്രസ് നേതൃത്വമടക്കം ഏത് നിമിഷവും രാഹുലിനെ വെള്ളപൂശി വെള്ളക്കതറിട്ട് കോൺഗ്രസിന്റെ ക്യാമ്പയിനറാക്കി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഈ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുക കൂടിയാണ്. പുറത്താക്കാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രാഹുലിനെ പടിക്ക് പുറത്ത് കോൺഗ്രസ് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതും കൃത്യമായി നമുക്ക് മനസ്സിലാവും.